നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ലോ കണ്ടീഷനിലാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കുന്നില്ല, ഒട്ടും ലേറ്റ് അല്ല. നിങ്ങൾക്ക് 2026 നിങ്ങളുടെ ഏറ്റവും പവർഫുൾ സെൽഫായിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റും. അവരവരെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് വേണ്ടി എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്ന് ചോദിക്കുന്ന ചിലർക്കുള്ള ഉത്തരം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ എന്തൊരു ബോറാണ്, നിങ്ങൾ ഭയങ്കര വലിച്ചു നീട്ടി സംസാരിക്കുന്നത്. സോ എനിക്ക് അവരോട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തെല്ലാം കണ്ടന്റുകൾ, എങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ ഇതിലുണ്ട്. ദിവസങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, യാതൊരു മോട്ടിവേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻസിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു ഗ്ലോ പ്ലാൻ തരാമെന്ന് വിചാരിച്ചു. കാരണം ഇത് 2025 ജൂൺ മാസമായി, അതായത് 2025 പകുതിയോളം കഴിഞ്ഞു. ഇനി ഒരു 6 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ 2026 അല്ലെ. ഈ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. കുറെ പേര് 2025 ഒരുപാട് ലൈഫിൽ ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കുറെ ബിസി ആയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കുറെ ടയർഡ് ആയിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ കുറെ പ്ലാൻസ് ഒക്കെ ഫ്ലോപ്പ് ആയി കാണും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല. നിങ്ങൾക്ക് 2026 നിങ്ങളുടെ ഏറ്റവും പവർഫുൾ സെൽഫായിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇനി പെർഫെക്റ്റ് ടൈം ഒന്നും അന്വേഷിക്കാൻ പോകണ്ട. ഇത് തന്നെയാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം. ജൂലൈ തൊട്ട് നിങ്ങൾക്ക് 6 മാസമുണ്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് 2026 നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവോൾവ് ചെയ്ത് പോവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ലോ കണ്ടീഷനിലാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അല്ലെ, മാനിഫെസ്റ്റേഷൻസിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരിക്കലും നമ്മൾ ടയർഡ് ആയിരിക്കുമ്പോൾ, നമ്മളുടെ എനർജി എല്ലാം ലോസ്റ്റ് ആയിരിക്കുമ്പോൾ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യത്തില്ല. നമ്മളുടെ എനർജി അത്രത്തോളം പോസിറ്റീവ് ആയിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. നിങ്ങൾ ഈ റുട്ടീൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ അലൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ എനർജിയിൽ ഒരു ചേഞ്ച് വരുത്താൻ തുടങ്ങുന്നത്, അപ്പൊ തൊട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈൻഡ് ബോഡി ഗ്ലോ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു 21 ഡേ പ്ലാനർ ആണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ 21 ഡേ പ്ലാനറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. അതിനുശേഷം ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ എന്താണ് ഞാൻ പറയുന്നത്. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നില്ല. സോ ഞാൻ ഈ 21 ഡേ പ്ലാനറിൽ വീക്ക് 1 നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയാം. സോ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഒട്ടും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നില്ല, വളരെ എന്നും ഒരേ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഭയങ്കര ബോറാണ് ലൈഫിലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു മോട്ടിവേഷൻ ഇല്ലായിരിക്കും, ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല. നിങ്ങൾ മേ ബി ഒരു കുറെ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഫലം ചെയ്യാത്തത് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ക്ലെൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ നിങ്ങളുടെ എനർജി എങ്ങനെ ക്ലെൻസ് ചെയ്യണം എന്നുള്ളതാണ് വീക്ക് 1 നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നെഗറ്റിവിറ്റി ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ 5 കാര്യങ്ങളാണ് ഞാൻ വീക്ക് 1 എവറി ഡേ നിങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. സോ നിങ്ങളുടെ 21 ഡേ പ്ലാനറിൽ ആദ്യത്തെ 7 ദിവസം ഈ 5 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നമ്പർ 2, അവോയ്ഡ് ഗോസിപ്പ് ആൻഡ് ടോക്സിക് കണ്ടന്റ്. അപ്പൊ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ റെഗുലർ ആയിട്ട് കാണുന്ന, ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയസിലാണെങ്കിലും ശരിയല്ല, നിങ്ങൾ റെഗുലർ ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഓട്ടോമാറ്റിക്കലി നെഗറ്റിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെന്നായിരിക്കും, ബട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റിവിറ്റി അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരിക്കും. സോ നിങ്ങൾ ഗോസിപ്പിലൊന്നും പോവാതിരിക്കുക. അതുപോലെ തന്നെ ഈ ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ കാണുന്നത് നിർത്തുക. ഒരിക്കലും നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ടോക്സിക് കണ്ടന്റ് കണ്ട് FIR പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പേടിച്ച് കിടന്ന് ഉറങ്ങുന്ന കാര്യങ്ങളൊന്നും നോക്കരുത്.
കാരണം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിച്ച് കിടന്ന് ഉറങ്ങുക, മറ്റുള്ളവരുടെ കുറ്റം ആലോചിച്ച് കിടക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുക, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്നൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ അവരെ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു, ലൈക്ക് നിങ്ങൾ എന്തൊരു ബോറാണ്, നിങ്ങൾ ഭയങ്കര വലിച്ചു നീട്ടി സംസാരിക്കുന്നത്. സോ എനിക്ക് അവരോട് ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു കണ്ടന്റ് ചെയ്തു പോയി, ഇനിയിപ്പൊ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ എനിക്ക് എന്റെ സംസാര രീതി മാറ്റാനായിട്ട് താല്പര്യവും ഇല്ല. അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റണമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. എനിക്ക് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അത് അവർക്ക് ദോഷമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് മാറ്റും. പക്ഷെ അതല്ലാതെ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ചിലപ്പം എന്റെ സംസാര രീതി വന്നിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന നാടിന്റെ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റാന്ന് പറയുമ്പോൾ എന്റെ കംഫർട്ടിനെ അത് ബാധിക്കും. അതായത് മറ്റൊരാളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ഞാൻ എന്റെ കംഫർട്ട്നെസ് എടുത്തു കളയുക എന്നുള്ള കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഓക്കെ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പോകൂ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ലേ, കുറെ നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യും, കുറച്ചുകൂടെ കേൾക്കുമ്പോൾ സ്കിപ്പ് ചെയ്യും, അങ്ങനെയല്ലേ. സോ ഉടനെ അതിന് വന്ന റിപ്ലൈ എന്ന് പറയുന്നത്, ആഹാ അങ്ങനെയാണ്, നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളുടെ ചാനൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. വേറെ ഒരു കമന്റ് എന്ന് പറഞ്ഞാല് ഞാനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഉപയോഗം വന്നാലോ. സോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തെല്ലാം കണ്ടന്റുകൾ, എങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ ഇതിലുണ്ട്. സോ അതൊക്കെ ചെയ്തൂടെ? അപ്പൊ അതൊന്നും ചെയ്യാതെ വെറുതെ നമ്മളെ ടോക്സിക്, അതായത് നമ്മൾ വിചാരിക്കും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്തോളം നമ്മളുടെ എനർജി ഡ്രെയിൻ ആവത്തേ ഉള്ളൂ, തന്നെ നമ്മുടെ എനർജി നഷ്ടപ്പെടും, അല്ലാതെ വേറൊരു കാര്യമില്ല. അതുപോലെ വന്ന മറ്റൊരു കമന്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കമന്റ് ഇടിയിപ്പിക്കുകയാണ്, ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി കുറെ ഫേക്ക് കമന്റുകൾ ഇടിയിപ്പിക്കുകയാണ്, അതൊക്കെ ആർക്കും റിസൾട്ട് കിട്ടുന്നൊന്നും അല്ല. ഫിംഗർ ടിപ്പ് മെത്തേഡ് ഉണ്ടല്ലോ, അതിന്റെ പറയുന്നതാണ്, ആർക്കും റിസൾട്ട് കിട്ടുന്നൊന്നും അല്ല. ഒരാൾ ഒരു മാനിഫെസ്റ്റേഷന് ട്രൈ ചെയ്തിട്ട് അവർക്കത് നടന്നില്ല എന്ന് വെച്ചിട്ട് അത് മറ്റൊരാൾക്ക് നടക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഒരു റിസൾട്ട് കിട്ടണം എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്കും പല പ്രാവശ്യം പല മെത്തേഡുകളും റിപ്പീറ്റ് ചെയ്തപ്പോഴായിരിക്കും റിസൾട്ട് പലതും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് വിചാരിച്ചാൽ, അതായത് ഇവര് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും, എന്തിന്, ഒരാവശ്യമില്ല. അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഒരു തവണ പറയുക, വീണ്ടും അവർ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ എനർജി സേവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടും നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോവാതിരിക്കുക ഈ ഫസ്റ്റ് വീക്ക്. ഇനി ഒന്നാമത്തെ ആഴ്ച തന്നെ മൂന്നാമത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ഥിരമായിട്ടിരിക്കുന്ന കുറച്ച് സ്ഥലം കാണുമല്ലോ, ആ സ്ഥലം ക്ലീൻ ആക്കിയിടുക. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനോ വായിക്കാനോ എഴുതാനോ ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ആയിരിക്കും നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതെവിടെയാണോ അത് എപ്പോഴും ക്ലീൻ ആക്കിയിടുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് എന്തൊക്കെയാണെങ്കിലും എന്റെ ലൈഫിലേക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി എന്റെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ എപ്പോഴും നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂവ് യുവർ ബോഡി. അതായത് നമ്മൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ചടഞ്ഞുകൂടി ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതായത് എപ്പോഴും ബിസി ആയിട്ടിരിക്കുക. മൊബൈലിൽ നോക്കി ബിസി ആയിട്ടിരിക്കാനായിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബോഡി എപ്പോഴും ആക്റ്റീവ് ആക്കി വെച്ചേക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അതായത് ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, നിങ്ങൾ വെറുതെ ഒരിടത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റുക. ഇനി രണ്ടാമത്തെ ആഴ്ച വീക്ക് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഗ്ലോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വീക്കാണ്. രണ്ടാമത്തെ ആഴ്ച നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാൻ, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ, യൂണിവേഴ്സിനോട് നന്ദി പറയാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ, നിങ്ങളിപ്പം ആദ്യത്തെ ആഴ്ച നിങ്ങൾ തുടങ്ങി വെച്ചൊരു കാര്യമായിരിക്കും രാവിലെ എന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെ കുറിച്ച് അഫർമേഷൻസ് എഴുതി അത് എല്ലാ ദിവസവും വായിക്കാൻ തുടങ്ങണം.
ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കുക. മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വെറുതെ സൈലന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനോ, ഇനി മെഡിറ്റേഷൻ ചെയ്യാത്തവർക്ക് വെളിയിൽ എവിടെയെങ്കിലും മുറ്റത്ത് എവിടെയെങ്കിലും ഒരു നേച്ചറിലൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഫോണോ മറ്റു സാധനങ്ങളോ ഒന്നും കയ്യിലില്ലാതെ സ്വസ്ഥമായി ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ സ്പിരിറ്റിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുക, വായിക്കുക, അല്ലെങ്കിൽ പഠിക്കുക. എനിക്ക് കുക്കിംഗ് ഒട്ടും വശമില്ലായിരുന്നു കേട്ടോ. കുക്കിംഗ് തീരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഓൺലൈൻ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനോ എഴുതാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി കുറച്ചുകൂടി മൂവ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡാൻസ് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോവാം. ഒരു 20 മിനിറ്റ് എല്ലാ ദിവസവും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം. സോ രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ആദ്യത്തെ ആഴ്ച ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ 5 കാര്യങ്ങളുടെ കൂടെയാണിത്. സോ ആദ്യത്തെ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് റുട്ടീൻ ആവും. ദെൻ സെക്കൻഡ് വീക്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളുടെ കൂടെ അതുകൂടി ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ ആഴ്ചത്തെ കാര്യം നോക്കാം. മൂന്നാമത്തെ ആഴ്ച നിങ്ങൾക്ക് 3 കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും അല്ലെ നല്ല ബന്ധമുള്ള ആളുകളാണ്. യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഏത് രീതിയിലാണെങ്കിലും അതിൽ നല്ല കെയർഫുൾ ആയിട്ടിരിക്കണം. അവിടെ എന്തൊക്കെ പ്രവേശിക്കണം എന്തൊക്കെ പ്രവേശിക്കണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കുക, കെയർഫുൾ ആയിട്ടെല്ലാം കേൾക്കുക. ഓക്കെ, നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നമ്മളോട് നെഗറ്റീവ് ടോക്സിന് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്സിന് വേണ്ടി നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. അത് നെഗറ്റീവ് ടോക്സ് പറയുന്ന ആളുകൾ ആരും ആകാം, നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാകാം, ഒഴിവാക്കുക. അത് നമ്മൾ പറയുക, നമുക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയാം. മറ്റൊരാൾ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ഉള്ള നെഗറ്റിവിറ്റി മുഴുവൻ അബ്സോർബ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയാം. അതായത് നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ ബോഡിയൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യുക. മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് വരാം. പക്ഷെ നിങ്ങളുടെ ശരീരം നല്ലതാക്കി വെക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാൻ മറന്നു പോകരുത്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതായത് നിങ്ങൾ നേരത്തെ ഡാൻസ് വർക്കൗട്ട് അല്ലെങ്കിൽ വാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാക്കി 20 മിനിറ്റ്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് നോക്കി 20 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് എന്ന് ചോദിക്കുന്ന ചിലർക്കുള്ള ഉത്തരം പറയാം. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ 20 കിലോ ഉള്ള ഒരു ഡംബൽ എടുത്തു കൊടുക്കൂ. നിങ്ങൾ അപ്പോഴെന്തായിരിക്കും ചിന്തിക്കുക? അവനത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല അല്ലെ. അതുപോലെ തന്നെയായിരിക്കും യൂണിവേഴ്സും ചിന്തിക്കുക. നിങ്ങൾ എപ്പോഴാണ് ആ ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ആ സമയം തൊട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ അത് റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു വേർഷനായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുവേണ്ടിയൊക്കെയാണ് നിങ്ങളുടെ എനർജി എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ എനർജി അലൈൻ ചെയ്യുക, ദെൻ നിങ്ങളൊരു മാഗ്നറ്റ് ആയിട്ട് മാറും. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 21 ഡേ പ്ലാനർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റക്ക് ആവും. ചില ദിവസങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, യാതൊരു മോട്ടിവേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ 2025 ഡിസംബർ 31 നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളെ കാണുന്നതൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഏറ്റവും പ്രൗഡസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾ മാറി, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്ത ആ ഒരു മൊമെന്റിൽ നിങ്ങളൊന്ന് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. സോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇന്നത്തെക്കാളും നാളെ എൻ്റെ ഒരു വേർഷൻ കുറച്ചെങ്കിലും അപ്ഗ്രേഡ് ആക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ അപ്ഗ്രേഡ് ആയി പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലൈഫ് മാറുള്ളൂ. അവരവരെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് വേണ്ടി എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുള്ളൂ. അല്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് വരും. പക്ഷെ 2026 വളരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ഇനി 2026 വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട, ഈ ഒരു മൊമെന്റിൽ തുടങ്ങുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.